ദൈവനാമത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മളെ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബൈബിൾ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിന്റെ നേച്ചറിനെ കുറിച്ചും ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചും പ്രത്യേകതകളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ബൈബിൾ സ്റ്റഡി നടത്തിക്കൊണ്ടിരുന്നത്. അത് നമ്മൾ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആ വാക്യം നമ്മൾ നേരത്തെ ഇത് വായിച്ചിട്ടുള്ളത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. തിരിഞ്ഞുപോയി. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. 3-ാം വാക്യം ഇതാണ്: ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഈ വചനത്തിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച്, സ്വഭാവത്തെ കുറിച്ച് ഒക്കെ നമ്മൾ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാനിടയായി. നമ്മൾ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ 1-2 വിഷയങ്ങൾ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. മിക്കവാറും ഇന്നുകൊണ്ട് തന്നെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള സ്റ്റഡി ഒരു പക്ഷേ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ പെട്ടെന്ന് ആ വിഷയത്തിലേക്ക് തന്നെ പ്രവേശിക്കാം. നമ്മളിപ്പോ ദൈവത്തിന്റെ സ്വഭാവമായിട്ട് പഠിക്കാൻ പോകുന്നത് ഗോഡ് ഈസ് സോവറിൻ. ദൈവം സുപ്രീമാണ്. ഗോഡ് ഈസ് ദ സുപ്രീം റൂളർ. ദൈവത്തിന് മുകളിൽ മറ്റൊരു ശക്തിയില്ല, മറ്റൊന്നുമില്ല. സകലതിന് മുകളിലും സകല ശക്തിയും സകല അധികാരവും എല്ലാം ദൈവത്തിനുള്ളതാണ്. ഗോഡ് ഈസ് ദ സുപ്രീം പവർ, സുപ്രീം സോളർ. ഹിന്ദിയിൽ സമ്രാട്ട് എന്ന് വേണമെങ്കിൽ പറയാം, പ്രഭു എന്ന് പറയാം, രാജ എന്ന് പറയാം. മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ പരമാധികാരി. അതിനപ്പുറം വേറൊരു അധികാരം ഇല്ല. ഓക്കെ, നമ്മൾ ഈ ലോകത്തിൽ പല അധികാരങ്ങൾക്കൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പരമാധികാരം ദൈവത്തിൻ്റെതാണ്. പക്ഷെ നമ്മളിവിടെ ആയിരിക്കുന്ന അപ്പോൾ നമ്മൾക്ക് ഈ അധികാരങ്ങളെ കൂടെ നമുക്ക് മാനിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മളെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, ദൈവം നമ്മളെ അങ്ങനെയാണ് ഉപദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ദൈവം നമ്മൾ റോമൻ ലേഖനത്തിലൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, സകല ശ്രേഷ്ഠാധികാരങ്ങൾക്കും നമ്മൾ കീഴടങ്ങണം. അത് ഹ്യൂമൻ ഗവൺമെന്റിന്റെ ആയിരുന്നാലും നമ്മൾ കീഴടങ്ങണം. ആ രീതിയിലാണ് ദൈവമക്കളായിരിക്കണം, എങ്ങനെ ആയിരിക്കണം ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ അധികാരങ്ങളുടെയും മേലൊരു അധികാരമുള്ളത് നമ്മുടെ ദൈവത്തിൻ്റെതാണ്. അപ്പൊ അതെന്തിനാണ് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മളെ അന്യായങ്ങളും അനീതികളും ഈ ലോകത്തുള്ള ഈ ഭരണകൂടം മുഖാന്തരം ഉണ്ടാകുന്ന, രാജ്യത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും ദൈവമക്കൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ മനസ്സ് ചഞ്ചലിക്കാറുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മൾ തന്നെ ധൈര്യം നമുക്കില്ലാതെ, കോൺഫിഡൻസ് ഒക്കെ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമ്മളോട് ദൈവം പറയുകയാണ് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, സുപ്രീം റൂളർ ദൈവം തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സിംഹാസനം സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന 115-ാം സങ്കീർത്തനത്തിലൊക്കെ അങ്ങനെ പറയുന്നത്. വേറെ പല വചനങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് നമുക്കൊന്ന് പഠിക്കാനായിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇതെന്തിനാണ് ദൈവം നമുക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാതൊരു രീതിയിലും ദൈവമക്കൾക്ക് നിരാശപ്പെടാനോ നിർബലരാകാനോ ഉള്ള കാര്യമില്ല. നിങ്ങൾ എപ്പോഴും ശക്തരായിട്ടിരിക്കണം. കാരണം സർവശക്തിമാന്റെയും സർവ്വ അധികാരങ്ങളും ദൈവത്തിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ അതിന്റെ 28-ാം അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തു ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞ ആ ഉപദേശങ്ങളിലൊക്കെ പറഞ്ഞ എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് പരമാധികാരിയായിട്ട് പിതാവായ ദൈവം ആ അധികാരങ്ങൾ മുഴുവൻ കർത്താവ് യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ പരമാധികാരം പിതാവായ ദൈവത്തിനുള്ളതാണ്. അത് പിതാവിന്റെയും പുത്രന്റെയും കയ്യിലാണ് എല്ലാത്തിന്റെയും പരമാധികാരമുള്ളത്. ആ പരമാധികാരിയുടെ മക്കളാണ് നമ്മള്. പക്ഷെ നമ്മളിപ്പോൾ ഈ ഭൂമിയിലുള്ള ആ വ്യവസ്ഥയ്ക്കകത്തീരാക്കി നമ്മളിവിടെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വേണം ദൈവത്തിന് നമ്മളെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് ദൈവിക രാജ്യത്തിലേക്കും ദൈവത്തിന്റെ ഭവനത്തിലേക്കും ഒക്കെ നമ്മളെ കൊണ്ടുവന്നു. അതിനുശേഷം നമുക്ക് പിന്നെ ഭൂമിയിലുള്ള നിയമങ്ങൾ നമുക്ക് ബാധകമല്ല. എന്നാൽ ഇവിടെ ആയിരിക്കുന്നിടത്തോളം കാലം നമ്മളോടും ദൈവം പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലുള്ള ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കണം. പക്ഷെ അത് ചിലപ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നിരിക്കും. എന്നാലും നമ്മൾ അതിൽ നിരാശപ്പെടാതെ, നിർബലരാകാതെ, ഭയപ്പെടാതെ ധൈര്യത്തോട് തന്നെ മുന്നോട്ട് പോകണം. നമ്മൾക്ക് ധൈര്യം ഉണ്ടായിരിക്കണം. അപ്പം ദൈവം നമ്മളോട് അതിന് പറയാണ്, ഐ ആം ദ സുപ്രീം പവർ. ഓക്കെ, ദൈവത്തിന്റെ സോവറിനിറ്റി.
പരമാധികാരം. അതിനൊന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ വായിച്ച് ബാക്കി പിന്നെ വചനങ്ങൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് റെഫർ ചെയ്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലാകും. ഓക്കെ, സങ്കീർത്തനങ്ങൾ 135:6 നമുക്കൊന്ന് ആദ്യം നോക്കാം. സങ്കീർത്തനങ്ങൾ 135:6. ആദ്യം കുറച്ച് വചനങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് നോക്കാം. സങ്കീർത്തനങ്ങൾ 135:6. അവിടെ എഴുതിയിരിക്കുന്നത്, ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ കാണുന്ന സ്ഥലം, ഇത് ആകാശമായിക്കോട്ടെ, ഭൂമി ആയിക്കോട്ടെ, സമുദ്രം ആയിക്കോട്ടെ, എന്തെല്ലാം അത് നമുക്കിപ്പോ കാണുന്നത്, അല്ലെങ്കിൽ കാണാത്ത സ്ഥലങ്ങളിലുള്ളതായാലും, നമുക്ക് കാണാൻ പറ്റാത്ത ഗാലക്സീസിലുള്ള കാര്യങ്ങളായിരുന്നാലും, ഈവൻ സ്വർഗത്തിലുള്ള കാര്യമായിരുന്നാലും ശരി, എല്ലാം യഹോവ തനിക്കിഷ്ടമുള്ളതൊക്കെയുമായി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സംഭവിക്കുന്നതൊക്കെ യഹോവയുടെ ദൃഷ്ടിയിലും യഹോവയ്ക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, ദൈവം ഇതൊന്നും കാണുന്നില്ലേ, ദൈവം ഒന്നും അറിയുന്നില്ലേ, ഇത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണോ, ദൈവം എന്താ ശ്രദ്ധിക്കാതെ എന്നൊന്നും വിചാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് എല്ലാം അറിയുകയും ചെയ്യാം. ദൈവം അതിനെ അനുവദിച്ചിരിക്കുന്നത്. കാരണം ദൈവത്തിന്റെ ജ്ഞാനം അനുസരിച്ച് അത് നമ്മുടെ പദ്ധതിയിലേക്ക്, മുന്നോട്ടുള്ള പദ്ധതിയിലേക്ക്, ദൈവിക പദ്ധതിയിലേക്ക് അതിൻ്റെയൊക്കെ ആവശ്യങ്ങളുണ്ട്. അതിനെ ദൈവം അനുവദിച്ചു കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു 1-2 വാക്യങ്ങളല്ലാതെ 1-2 വാക്യം കൂടെ വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 46-ാം അധ്യായം. യെശയ്യാവിന്റെ പുസ്തകം 46-ാം അധ്യായം അതിന്റെ 9 തൊട്ട് 11 വരെയുള്ള ഒരു വാക്യം ഒന്ന് വായിക്കാം. 9 തൊട്ട് 11 വരെയുള്ള വാക്യം. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ. ഓക്കെ, പഴയുള്ള കാര്യങ്ങളെല്ലാം ഓർത്തുകൊള്ളുവിൻ. അന്നത്തെ കാര്യങ്ങൾ, അന്നും ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ഇവിടെ നമ്മളെ ഭൂമിയിലൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ താമസിക്കുന്ന ഈ ദേശത്തൊക്കെ ദൈവങ്ങളുടെ അഭിഷേകമാണ് അല്ലേ? പക്ഷെ ദൈവം പറയുന്നത് അവയൊന്നും ദൈവങ്ങളാണോ? ദൈവങ്ങളല്ല. ദൈവം എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ, അത് ഞാൻ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അധൈര്യപ്പെട്ടു പോകരുത്. മനുഷ്യര് ദൈവത്തെ അറിയാൻ പറ്റാതിരുന്നപ്പോൾ, കാണാൻ പറ്റാതിരുന്നപ്പോൾ, അനുഭവിക്കാൻ പറ്റാതിരുന്നപ്പോൾ, മനസ്സിലാക്കാൻ പറ്റാതിരുന്നപ്പോൾ, അവരുടെ ബുദ്ധിയിലും ഭാവനയിലും ഒക്കെ തിരിഞ്ഞതും അപ്പോൾ തന്നെ പിശാചും കൂടെ സപ്പോർട്ട് ചെയ്ത് സത്യദൈവത്തിൽ നിന്ന് നമ്മളെയൊക്കെ അകറ്റാൻ വേണ്ടി മനുഷ്യരെ വേറെ പല പല രീതിയിലേക്കും പലതിനങ്ങളെ ദൈവങ്ങളായിട്ട് ആരാധിക്കാനൊക്കെ കൊണ്ടുപോയ ആ പരിതസ്ഥിതിയാണ് ഇപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ളത്. പക്ഷെ അതിനിടയിൽ കൂടെ സത്യദൈവം നമ്മുടെ മുൻപിൽ വന്നിട്ട് നമുക്ക് അനുഭവിക്കാനിടയായി, മനസ്സിലാക്കാനിടയായി. എന്നിട്ട് ആ ദൈവം നമ്മളോട് പറയാതെ, നിങ്ങൾ ഒരിക്കലും അധൈര്യപ്പെട്ടു പോകരുത്. ഓക്കെ, സത്യദൈവമായിട്ടുള്ള ഞാൻ മാത്രമുള്ള നിങ്ങൾക്കറിയാം. അതിനെ അത് നല്ലതുപോലെ അതിൽ നിൽക്കണം. ഓക്കെ, പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊണ്ട്, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, പിന്നെ അതുപോലെ എന്നെ പോലെ ഒരുത്തനുമില്ല. അതിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു, ആരംഭത്തിക്കൽ തന്നെ അവസാനവും. അതൊക്കെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ആരംഭത്തിക്കൽ തന്നെ അവസാനവും, പൂർവ്വകാലത്ത് തന്നെ, കഴിഞ്ഞ കാലത്ത് തന്നെ, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. അതൊക്കെ ദൈവത്തിന്റെ കഴിവാ, ദൈവത്തിന്റെ ശക്തിയാണ്. ഓക്കെ, അത് നമ്മുടെ ദൈവത്തിന് സത്യദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ആ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ മക്കളാണ് നിങ്ങളും ഞാനും. ഓക്കെ, പ്രസ്താവിക്കുന്നത്, എന്റെ ആലോചന നിവർത്തിയാവും എന്ന് പറഞ്ഞാൽ വേറൊരു ആലോചനയും നടക്കത്തില്ല. എന്റെ ആലോചനകൾ മാത്രമേ നടക്കത്തുള്ളൂ. എന്റെ ആലോചന നിവർത്തിയാകും. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. ദൈവത്തിന്റെ സുപ്രീം അതോറിറ്റി, സുപ്രീം പവർ. 12 വാക്യങ്ങളോട് നമുക്ക് വായിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 32:17. യിരെമ്യാവിന്റെ പുസ്തകം 32:17. കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായതൊന്നും ഇല്ല. ഇതൊക്കെ ഒരു ദൈവത്തിന് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമുക്കറിയാം ഈ ഭൂമി ആകാശവും ഒക്കെ സൃഷ്ടിച്ചത് ആരാണെന്ന്, അല്ലേ? പല പല കഥകളിൽ അതൊക്കെ നമ്മൾ പല മതങ്ങളിലൊക്കെ നമുക്ക് കേൾക്കാറുണ്ടെങ്കിലും അതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഇതൊക്കെ സൃഷ്ടിക്കാൻ കഴിവുള്ളത് ഒരുവനേ ഉള്ളൂ. ആ ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. ആ ദൈവമാണ് നമ്മുടെ പിതാവാം ദൈവം. ഓക്കെ, ഇനി ഒരു വാക്യം കൂടെ വായിച്ചിട്ട് അടുത്ത വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വചനങ്ങൾ തരാം. നിങ്ങളത് വീട്ടിൽ നിന്ന് വായിച്ചു നോക്കി പഠിക്കുക. ഓക്കെ, അതിനായിട്ട് ഇപ്പൊ നമ്മൾ നോക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ
ആ വാക്കിൽ അവലാണ് അവിടെ അവന്റെ ദൈവത്തിന്റെ സോവർണിറ്റിയെ കുട്ടിക്കിടക്കുന്നത്. പിന്നെ ഉള്ളത് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഭാഗം നോക്ക്, സകലത്തിനും അതിന് സകലത്തിനും കാരണഭൂതനുമായി. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഫോർ ഹൂം ആർ ഓൾ തിങ്സ് ആൻഡ് ബൈ ഹൂം ആർ ഓൾ തിങ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ഈ കാണുന്നത് ഭൂമിയിൽ, അത് സൃഷ്ടിയിലായിരുന്നു, സൃഷ്ടിയായാലും കൊള്ളാം, സൃഷ്ടിയിൽ തന്നെ പല പല വിഷയങ്ങളുണ്ടല്ലോ. അത് ചെടികളായാലും പലതരത്തിലുള്ള ചെടികളായാലും ഇനി അതുപോലെ നദികളായാലും സമുദ്രങ്ങളായാലും മറ്റെന്ത് കാണുന്നതായാലും ഇനി എന്ത് സംഭവങ്ങളായാലും എന്ത് തരത്തിലുള്ള ഇൻസിഡൻസുകളായിരുന്നാലും ഇതെല്ലാം ദൈവം പറയുന്നത് എന്തറിയാമോ? ദൈവിക ഉദ്ദേശത്തിനനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. സകലത്തിനും ലാക്കും മീൻസ് ഇറ്റ് ഈസ് എയിംഡ് അറ്റ്, മീൻസ് അത് ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തീകരണത്തിലേക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, അത് ദൈവം അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുന്ന സംഭവങ്ങളും എല്ലാം ദൈവത്തിന് അറിയാം. അതൊന്നും ദൈവിക പദ്ധതിയെ മാറ്റുന്നതല്ല. അതൊരിപ്പോഴും ദൈവത്തിന്റെ പദ്ധതിയെ പൂർത്തീകരിക്കാൻ ഹെൽപ്പ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഉടനെ അപ്പൊ അതുകൊണ്ട് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനും, ഇതെല്ലാം ദൈവത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതിന് നമ്മൾ മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മൾ ലോകത്തെയും പിശാചിനെയും ഒക്കെ നമ്മൾ പല വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തും. അതിന്റെ ഒന്നും കാര്യം, ഇപ്പൊ കർത്താവിനെ ക്രൂശിച്ചത് യഹൂദന്മാരാണ് അല്ലെന്നുണ്ടെങ്കിൽ റോമൻ പട്ടാളമാണെന്ന് പറഞ്ഞാൽ അവര് ക്രൂശിക്കാന്നുള്ള ആക്ടേ ചെയ്തുള്ളൂ, ആ ഒരു വർക്കേ ചെയ്തുള്ളൂ. പക്ഷെ ആ ക്രൂശിക്കാനൊക്കെ കാരണം അവരല്ല, അവർ പിതാവായ ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് അവരത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. മനുഷ്യന്റെ പാപത്തിൽ നിന്നുള്ള വിമോചനത്തിനായത് പിതാവായ ദൈവം പുത്രനെ ക്രൂശിൽ തറയ്ക്കാനായിട്ട് തന്നെയാണ് അയച്ചത്. അപ്പൊ ആ പ്രക്രിയ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവരുടെ ക്രൂരതയല്ല കർത്താവിനെ കൊന്നത്. മനസ്സിലായില്ല? അപ്പൊ ഞാൻ എന്തിനാ അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ആയിരിക്കും ദൈവമേ ഈ ലോകത്തിലുള്ള ഈവിൾ അല്ലെങ്കിൽ ഡെവിൾ പിശാചും ഒക്കെ ആണല്ലോ മുന്നിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരാണല്ലോ ബലപ്പെട്ട് നിൽക്കുന്നതായി കാണുന്നതെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. സകലതും ദൈവത്താലും ദൈവ മുഖാന്തരം ഒക്കെയാണ് കാര്യങ്ങൾ, ദൈവമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനും. അതാണ് നമ്മുടെ ദൈവം. ഹീസ് ദ സുപ്രീം വൺ. ഓക്കെ, ഇതെന്തിനാ പറഞ്ഞത്? ഈ സ്റ്റഡി എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, നമുക്കൊരു അറിവുണ്ടായിരിക്കണം നമ്മുടെ ദൈവത്തെക്കുറിച്ച്. നമുക്കൊരിക്കലും എന്താ പറയുന്നത്, നമ്മുടെ ദൈവത്തെ ഒരു മീൻസ് കഴിവില്ലാത്തവനായിട്ടോ അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നതോ, ദൈവം എന്താ പറയുന്നത് ദൈവത്തിന് അത് ചെയ്യാൻ പറ്റത്തില്ലെന്നോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ പിശാച് കൊണ്ടുവരുമ്പോൾ അപ്പോൾ നമ്മൾ പിശാചിനോട് ഇപ്പോ പിശാചേ, കാരണം എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട്, അവനെല്ലാം ചെയ്യാൻ കഴിയും, അവനെല്ലാം അവന്റെ ഇഷ്ടപ്രകാരം ചെയ്യും എന്ന് നമുക്ക് അവനോട് പറയണം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ശക്തപ്പെട്ടിരിക്കണം. ഇനി മറ്റു ചില വാക്യങ്ങളുണ്ട്. അതിനകത്ത് ആ വാക്യങ്ങൾ നമ്മൾ ഞാൻ പറഞ്ഞുതരാം. എഫെസ്യർ 1:11, പിന്നെ സങ്കീർത്തനം 103:19, സങ്കീർത്തനങ്ങൾ 103:19 എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സിംഹാസന സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. കാരണം അത് സ്ഥിരമാണ്, അത് മാറ്റാൻ ആർക്കും പറ്റത്തില്ല, എല്ലാത്തിന്റെ അധികാരം അവിടെ നിന്നാണുള്ളത്. ഓക്കെ, അത് നമുക്ക് ഒരിക്കലും നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമോ വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സങ്കീർത്തനങ്ങൾ 115:3 അല്ലെ, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, അവന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു എന്നുള്ള വാക്യമാണത്. പിന്നെ ലമന്റേഷൻസിലെ വിലാപഗീതങ്ങൾക്കകത്ത് 5:19, ഓക്കെ, അവിടെ യഹോവേ നീ ശാശ്വതമായും ദൈവമാണെന്നുള്ള ആ വാക്യം, അതെല്ലാം പറയുന്നത് ദൈവത്തിന്റെ സോവറിനിറ്റി, ഓക്കെ, സുപ്രീമസി. ഓക്കെ, നമ്മുടെ ദൈവമാണ് സോവറിൻ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ദൈവത്തിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം, വിശ്വസിക്കാം. ഇനി ഞാൻ അടുത്ത ഒരു ദൈവത്തിന്റെ ക്വാളിറ്റിയിലൂടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ സ്റ്റഡി ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് ഗോഡ് ഈസ് ഇൻകോംപ്രിഹെൻസിബിൾ. കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ നമുക്ക് പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ ഒരു ക്വാളിറ്റിയും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മൾ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ അത് ദൈവത്തിന്റെ ഏത് ക്വാളിറ്റി ആയിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തെ പൂർണ്ണമായിട്ട് ഒരിക്കലും ഒരാൾക്കും ലിമിറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ഇൻകോംപ്രിഹെൻസിബിൾ. ഓക്കെ, ഹിന്ദിയിൽ അവർ പറയുന്നത് സമസ്യ ബാഹർ.
എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. മനസ്സിലാക്കാൻ പറ്റാത്ത മറ്റൊന്നും കൊണ്ടല്ല, അത്രമാത്രം വിശാലമാണ് ദൈവം. അത് ഏത് സ്വഭാവമാണെങ്കിലും വിശാലം, നമുക്കത് അങ്ങോട്ട് കണ്ടെയ്ൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത്രമാത്രമുള്ള ഒരു എന്താ പറയുന്ന ഫാക്കൽറ്റി നമുക്കില്ല. നമ്മുടെ കഴിവ് നമുക്ക് അതിനുള്ള ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. എത്ര നമുക്കറിയാം, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ സ്നേഹത്തെ മുഴുവനായിട്ടും അതിന്റെ വ്യാപ്തിയെ മുഴുവനും നമുക്ക് ഇൻകോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതാ പറഞ്ഞ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും ഇത് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നും ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെ അതിന്റെ കുറച്ച് ഭാഗം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ദൈവത്തിന്റെ ജ്ഞാനമായിരുന്നാലും ദൈവത്തിന്റെ ശക്തിയായിരുന്നാലും ഒരു കാര്യങ്ങളും അതൊന്നും ദൈവത്തിന്റെ വിശുദ്ധിയായിരുന്നാലും ഇതൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാനോ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനോ കഴിയത്തില്ല. അത് നമ്മുടെ ലിമിറ്റേഷൻ ആണ്. ഓക്കെ, അതാണ് ഗോഡ് ഈസ് ഇൻകോംപ്രിഹെൻസിബിൾ. അതിനൊന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 5:9 നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 5:9. ഇയ്യോബിന്റെ പുസ്തകം 5:9. അതെഴുതിയിരിക്കുന്നത് നോക്കിയേ. അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. ആരാഞ്ഞുകൂടാത്ത, ആർക്കും അതിനെ അങ്ങോട്ട് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ദൈവം ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ, ഓരോ പ്രവൃത്തികള്, ഇതൊന്നും നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കത്തില്ല. ദൈവത്തിന്റെ സൃഷ്ടികളെ പോലും കണ്ടാൽ തന്നെ ആ സൃഷ്ടിയൊക്കെ എങ്ങനെ ദൈവം സൃഷ്ടിച്ചു, ഇത് എങ്ങനത്തെ എന്തൊരു ജ്ഞാനമാണിത്, ഇതൊന്നും നമുക്ക് അങ്ങോട്ട് നമ്മുടെ ബുദ്ധിക്ക് കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുക എന്നുള്ളതല്ലാതെ അതിന് അത്ര പൂർണ്ണതയിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിവില്ല. ഓക്കെ, പക്ഷെ ഇനി വരുന്ന നമ്മുടെ പ്രൈസ് കർത്താവിന്റെ കൂടെ നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ ശരീരത്തിനനുസരിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും, നിശ്ചയമായിട്ടും പറ്റും. പക്ഷെ ഇപ്പോഴത്തെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ അനുസരിച്ച്, നമ്മുടെ ബ്രെയിൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതിന് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്ത ഒരു വാക്യം കൂടെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. അതിന്റെ 11-ാം അധ്യായം എടുക്കാം. ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായം, 11-ാം അധ്യായത്തിന്റെ 7 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? ദൈവത്തിന്റെ അഗാധത്വം, ദൈവത്തിന്റെ വിചാരങ്ങളുടെ അഗാധത്വം, ബുദ്ധിയുടെ അഗാധത്വം, അതിന്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതിന്റെ ദൈവത്തിന്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവശക്തന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? സമ്പൂർത്തി എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലുള്ള ദൈവത്തെ നിനക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? അത് ആകാശത്തോളം ഉയരമുള്ളത്, ആകാശത്തെ നമ്മൾ എവിടെ ചെന്ന് ലിമിറ്റ് ചെയ്യാനാ? ആകാശത്തോളം ഉയരമുള്ളത്, അത് നമ്മൾ എത്രയും ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴും അപ്പോഴും ആകാശം മുകളിലാണ്, അവിടെ ചെല്ലുമ്പോഴും ആകാശം ഒരുപാട് മുകളിലാണെന്നാ പിന്നെ മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്ത തരത്തിലുള്ള ഉയരത്തിലാണ് ദൈവത്തിന്റെ ജ്ഞാനം എന്നുള്ളതാണ്. അത് ആകാശത്തോളം ഉയരമുള്ളതും നീ എന്ത് ചെയ്യും? അത് പാതാളത്തേക്കാൾ അഗാധമായിരുന്നു. നിനക്ക് എന്തറിയാം? പാതാളം എന്ന് പറഞ്ഞാൽ എവിടെ വരെയാണ് നമുക്ക് എങ്ങനെ അറിയാം? ഇനി നമ്മൾ അങ്ങനെ അതങ്ങ് തപ്പിച്ചെന്നാൽ അതാണ് പാതാളം. അതൊന്നും അല്ല. കാരണം ഒരിക്കലും നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത തരത്തിലുള്ള, അതാണ് നമ്മുടെ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെയും വിചാരങ്ങളുടെയും അത് ഏത് ക്വാളിറ്റി ആണെങ്കിലും അതിന്റെ ആഴം, ഉയരം, വീതി, നീളം ഇതൊന്നും നമുക്ക് അങ്ങോട്ട് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റത്തില്ല. അത്രമാത്രം നമ്മൾ ഏതെല്ലാം സ്വഭാവങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ ഏതാണ്ട് ഇതോടെ ആകുമ്പോൾ 10 സ്വഭാവങ്ങൾ, 10 നേച്ചർ മീൻസ് ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. 10ാമത്തെ ആട്രിബ്യൂട്ട് ആണ് നമ്മളിപ്പോ ഇവിടെ ദൈവത്തിന്റെ ഇൻകോംപ്രിഹെൻസിബിലിറ്റി നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇതിൽ ഒരു കാര്യം, ഇതിൽ നമ്മൾ ഇതിനു മുമ്പ് വായിച്ച ഏത് ഒരു സ്വഭാവം പോലും നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. പിന്നെ ഒരു അല്പം ലിമിറ്റഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് ആകാശത്തോളം ഉയരമുള്ളത്. നീ എന്ത് ചെയ്യും? അത് പാതാളത്തേക്കാൾ അഗാധമായത് നിനക്ക് എന്തറിയാം? അതിന്റെ പരിമാണം ഭൂമിയേക്കാൾ നീളവും സമുദ്രത്തെക്കാൾ വീതിയുമുള്ള. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈകളിൽ അല്ലെങ്കിൽ നമ്മുടെ മെഷർമെന്റ്സിലോ അല്ലെങ്കിൽ നമ്മളുടെ കാൽക്കുലേഷൻസിലോ നമ്മുടെ എന്താ പറയുന്ന കണ്ടെയ്നിങ് കപ്പാസിറ്റിയിലോ ഒന്നും ഒതുങ്ങുന്ന കാര്യങ്ങൾ അല്ല ഇതാണ്. ഓക്കെ, ഇനി ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം.
റോമൻസ് 11:33. റോമൻസ് 11:33 അതുകൂടെ വായിച്ചിട്ട് പിന്നെ ഒരു വാക്യം കൂടെ റോമൻസ് 11:33 ഒന്ന് വായിക്കാം. 11:33 അവിടെ എഴുതിയിരിക്കുന്നത് അത് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന വാക്യമാണ്. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവിടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയോ, അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ. കർത്താവിനെ ഉപദേശിക്കാൻ കഴിവുള്ള ആരുണ്ട് ഇവിടെ? കർത്താവിന്റെ മനസ്സ് പൂർണ്ണമായിട്ട് അറിയാവുന്ന ആർക്കാ ക്ലെയിം ചെയ്യാൻ പറ്റുന്നേ? കർത്താവിന്റെ വിചാരങ്ങൾ ഇങ്ങനെയാണ്, കർത്താവ് ഇന്നതുകൊണ്ടാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. ഇനി അത് എത്ര ധ്യാനിച്ചാലും കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതിൽ കവിഞ്ഞ് കർത്താവിന്റെ ജ്ഞാനത്തിന്റെ പൂർണ്ണത നമുക്ക് കിട്ടത്തില്ല. അതാണ് കർത്താവിന്റെ ധനം. ദൈവത്തിന്റെ ധനം എന്ന് പറയുമ്പോൾ അത് എല്ലാം ആകാം. അത് മീൻസ് അവിടുത്തെ റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും നമ്മൾ കാണുന്ന മോണിറ്ററി ആയിട്ടുള്ള ആസ്പെക്ട്സ് മാത്രമല്ല. അത് ദൈവത്തിന്റെ ജ്ഞാനം, ആ ദൈവത്തിന്റെ പ്രവൃത്തിയാകാം, ദൈവത്തിന്റെ മീൻസ് എസ്തെറ്റിക് സെൻസ് ആകാം. ഓക്കെ, ദൈവത്തിന്റെ ഭംഗി, ദൈവത്തിന്റെ എസ്തെറ്റിക് സെൻസിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊരു പൂവിനെ എടുത്ത ഏതെങ്കിലും ഒരു പൂവിനെ എടുത്ത് ആ പൂ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതിന് കൊടുത്തിരിക്കുന്ന കളറിങ് എന്തിന്? ആകാശം ചില സമയങ്ങൾ നമ്മൾ കണ്ടാൽ അതിൽ വാരി വിതറിയിരിക്കുന്ന വർണ്ണങ്ങളുടെ ആ ഭംഗി നോക്കിക്കേ. ആ എസ്തെറ്റിക് സെൻസ് നമുക്കുണ്ടോ? അതൊക്കെ ആ ദൈവത്തിന്റെ ആ റിച്ച്നെസ് ആണ്, ആ സ്വഭാവത്തിന്റെ റിച്ച്നെസ് ആണത്. ആ റിച്ച്നെസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ വെറും മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്. ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ റിച്ച്നെസ്, സ്നേഹത്തിന്റെ റിച്ച്നെസ്, എല്ലാത്തിന്റെയും റിച്ച്നെസ് അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അത് പറഞ്ഞ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവിടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും. ദൈവത്തിന്റെ ഇവൻ ന്യായവിധി പോലും നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അത്രമാത്രം ന്യായിയായിട്ടാണ് നമുക്ക് പോലും അങ്ങനെ ചിന്തിക്കാൻ നമ്മൾക്കൊണ്ട് പറ്റത്തില്ല. അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. നമുക്ക് പോലും മനസ്സിലാകാൻ പറ്റുന്നില്ല ദൈവത്തിന്റെ വഴികൾ. പക്ഷെ ആ വഴികളിലൂടെ പോകുമ്പോഴും അറിയുന്ന ഇതായിരുന്നു ഏറ്റവും ശ്രേഷ്ഠമായ വഴിയെന്ന്. ഓക്കെ, ആ വഴികൾ എത്ര അഗോചരമാകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാണ്. ദൈവത്തിന്റെ ഒരു പ്രത്യേകതകളും, അത് ജ്ഞാനമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ ബുദ്ധി ആയിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ മറ്റ് സ്വഭാവ വിശേഷങ്ങളതായിക്കൊള്ളട്ടെ, ഒന്നില്ല നമുക്ക് അനുഭവിച്ചറിയാനൊക്കെ കുറച്ചൊരു ഒരു ലിമിറ്റ്, ഒരളവിൽ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ട് ഒരിക്കലും ഒരു വ്യക്തിക്കും മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയത്തില്ല. അതാണ് ഗോഡ് ഈസ് ഇൻകോംപ്രിഹെൻസിബിൾ. ഈ വിഷയത്തെക്കുറിച്ച് ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും വചനങ്ങളിൽ, ഒരുപാട് വചനങ്ങൾ അതിനോടുള്ള ബന്ധത്തിലുമുണ്ട്. അതിൽ 1-2 വചനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഒരു വാക്യം വായിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട വചനം ഇതാണ്: യെശയ്യാ 55:8-9. നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ. അതും ദൈവത്തിന്റെ എന്താ പറയുക, ഇൻകോംപ്രിഹെൻസിബിലിറ്റിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതാണ്. പിന്നെ അതുപോലെ സങ്കീർത്തനങ്ങൾ 147:5. ഇതെല്ലാം വായിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് അത്ര പൂർണ്ണമായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന വചനങ്ങളാണ്. ഓക്കെ, എന്നാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ? അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, നമ്മള് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് പല ദൈവത്തിന്റെ സ്വഭാവങ്ങളും ഒരുപക്ഷെ നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റബിളായിട്ട് തോന്നത്തില്ല. പല പല കാര്യങ്ങൾ അതിൽ ഓരോന്നോരോന്നായിട്ട് ഇവിടുന്ന് എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരെണ്ണത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പല കാര്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരും. ആ വിഷയങ്ങളിലേക്ക് നമ്മൾ പിന്നുള്ള ബൈബിൾ സ്റ്റഡികളിലേക്ക് വരുമ്പോൾ വരാം. അതുപോലെ പല പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല. ദൈവം ഇതെന്താ ദൈവം അങ്ങനെ പറഞ്ഞത്, ആ കാര്യത്തിൽ ദൈവം എന്താ അങ്ങനെ ചെയ്തത്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇതിനകത്ത് ദൈവത്തിന്റെ ന്യായം എന്താണ്, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന നന്മ എന്താണ്? ദൈവം പറയുന്നത് നന്മ ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, പക്ഷെ നമുക്ക് പലപ്പോഴും തിന്മയായിട്ടാണ് തോന്നുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല? അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വരുമ്പോൾ ദൈവം പറയുന്ന അതിനൊരു ഉത്തരം തരുന്നുണ്ട്. പക്ഷെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായില്ലെന്നായിരിക്കും. ഞാൻ അതിന് എക്സാമ്പിൾ എടുത്തൊന്നും പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ബൈബിൾ സ്റ്റഡിയിൽ അതിന്റെ സ്കോപ്പ് ഞാൻ കൊടുക്കുന്നില്ല. കാരണം അതിനുള്ള സമയം നമുക്കിവിടെ ഇല്ല. ഓക്കെ, അതിന് ഒരു വാക്യം നമുക്ക് വായിക്കാം. അതിനകത്ത് ആവർത്തന പുസ്തകം 29:28, ഡിക്റ്റോണമി 29:28. ഡിക്റ്റോണമി 29:28 അതൊന്ന് വായിക്കാം നമുക്ക്. ഡിക്റ്റോണമി 29:28.
അവിടെ എഴുതിയിരിക്കുന്നത്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ. ഓക്കെ, വെളിപ്പെടുത്തിയിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാണ്. നമുക്ക് മനസ്സിലായതൊക്കെ നമുക്കറിയാം, നമ്മൾ അതനുസരിച്ച് നടക്കാം. പക്ഷെ ചിലതൊക്കെ നമുക്ക് മനസ്സിലാകാത്തതുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ മറഞ്ഞിരിക്കുന്നതുണ്ട്. എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇല്ലാത്തതോ അല്ലെങ്കിൽ മറച്ചു വെച്ചിരിക്കുന്നതോ അല്ല, നമുക്കതിപ്പോൾ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അല്പസമയത്തേക്ക് നമ്മുടെ മുൻപിൽ അത് മനസ്സിലാകാതിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? അത് യഹോവയ്ക്കുള്ളതാണ്. യഹോവയിൽ ട്രസ്റ്റ് ചെയ്യുക, ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക. ദൈവം എപ്പോഴും നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ, ശരിയായ കാര്യമേ പറയത്തുള്ളൂ, വിശുദ്ധമായ കാര്യങ്ങളെ പറയത്തുള്ളൂ, ശ്രേഷ്ഠമായ കാര്യങ്ങളെ പറയത്തുള്ളൂ, നീതിയായിട്ടുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുക. അത് യഹോവയ്ക്കുള്ളതാണ്. യഹോവ ഒരിക്കലും തെറ്റ് ചെയ്തില്ല. എനിക്ക് മനസ്സിലായില്ല എന്നേ ഉള്ളൂ. ഈ ഒരു കൺക്ലൂഷനിൽ നമ്മൾ എപ്പോഴും പോകണം. കാരണം ദൈവത്തെ നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് എനിക്കത് മനസ്സിലായി എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും കഴിയത്തുമില്ല. ചില കാര്യങ്ങൾ നമുക്ക് ഒട്ടും മനസ്സിലായില്ലെന്നും ഇരിക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ അപ്പൊ അത് ഇനി ഇതാണ് ദൈവം എന്താണ് ഇൻകോംപ്രിഹെൻസിബിൾ. ഓക്കെ, ഇപ്പൊ നമ്മള് ഈ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിന്ന് തുടങ്ങിയ ദൈവത്തെ അറിയുക എന്നുള്ള ഈ ബൈബിൾ സ്റ്റഡി നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഈ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിൽ നമ്മൾ പല പല കാര്യങ്ങൾ പഠിച്ചു. ദൈവത്തിന്റെ സ്വഭാവങ്ങൾ, ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകൾ പഠിച്ചു. അതിന്റെ ആസ് എ പേഴ്സൺ, ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആ വ്യക്തിയുടെ പ്രത്യേകതകളായ എക്സിസ്റ്റിംഗ് സ്പെഷ്യാലിറ്റീസ് നമ്മൾ പഠിച്ചു. അതായത് ദൈവം ഒരു ആത്മാവാണ്, ബോഡി സ്പിരിറ്റ്. പിന്നെ ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, വ്യക്തിത്വമുള്ള ഒരാളാണ്. പിന്നെ അതുപോലെ ദൈവം എന്ന് പറയുന്നത് ഏകനാണ്. ഈ ഒരു ദൈവം അല്ലാതെ മറ്റൊരു ദൈവമില്ല. അത് പഠിച്ചു. അതൊക്കെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ഗോഡ് ഈസ് ട്രിനിറ്റി, ദൈവം എന്ന് പറയുന്നത് ത്രിയേക ദൈവമാണ്. നമ്മളെ ദൈവം ഒന്നേ ഉള്ളെങ്കിലും അതിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള 3 ഓഫീസ് ബിയറിംഗ് ഡിവിഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിന്റെ തുടക്ക ക്ലാസ്സുകളിൽ നമ്മൾ സ്റ്റഡി ചെയ്തു. അതാണ് ദൈവത്തിന്റെ നേച്ചർ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ദൈവത്തിന്റെ പ്രത്യേക സ്വഭാവ വിശേഷതകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, ഗോഡ്സ് ആട്രിബ്യൂട്ട്സ്. അതിൽ നമ്മൾ ഇന്ന് വരെയുള്ള ചേർത്ത് ഏകദേശം 10 ആട്രിബ്യൂട്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. അതിൽ നമ്മൾ പഠിച്ചത് ഗോഡ് ഈസ് സെൽഫ് എക്സിസ്റ്റന്റ്. ദൈവം എന്ന് പറയുന്നത് സ്വയംഭൂവായതാണ്, അല്ല ദൈവത്തെ ആരും സൃഷ്ടിച്ചതോ അങ്ങനെ ദൈവത്തിന് ഒരു ഒറിജിൻ ഇല്ല, അല്ലെ? ദൈവം എറ്റേണിറ്റി പാസ്റ്റ് മുതൽ എറ്റേണിറ്റി ഫ്യൂച്ചറിലുള്ള ദൈവത്തിനൊരു തുടക്കമില്ല. ഗോഡ് ഈസ് സെൽഫ് എക്സിസ്റ്റന്റ്. ഗോഡ് ഈസ് സെൽഫ് സഫിഷ്യന്റ്. ദൈവത്തിന് ആരും സഹായം ചെയ്യേണ്ട കാര്യമില്ല. ആത്മനിർഭരമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ദൈവത്തിനൊരു സഹായമോ ഒരു വ്യക്തിയുടെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു സഹായതയുടെ ആവശ്യമോ ഒന്നും ദൈവത്തിന്, ശുശ്രൂഷയുടെ ആവശ്യം പോലും ദൈവത്തിനില്ല. നമ്മൾ ദൈവത്തെ ശുശ്രൂഷിക്കുന്നു പറയുന്നെങ്കിലും ദൈവം നമ്മളിൽ നിന്നായിരുന്നു ഒരു ശുശ്രൂഷ ഏറ്റെടുക്കുന്നൊന്നുമില്ല. പിന്നെ ദൈവത്തിന് അങ്ങനെ ഒരു ആവശ്യം നമ്മളിൽ നിന്നും ഇല്ല. നമ്മളിൽ നിന്ന് ഒരു കാര്യത്തിനും ദൈവത്തിന്റെ ആവശ്യമില്ല. ഒരു കാര്യം നമ്മുടെ സഹായത്തിന്റെ ആവശ്യവും ദൈവത്തിനില്ല. അതാണ് ദൈവം സെൽഫ് സഫിഷ്യന്റ് ആണ്. 3-ാമത്തെ സ്വഭാവം നമ്മൾ വായിച്ചത് ദൈവം ഇറ്റേണലാണ്, നിത്യനായ ദൈവമാണ്. നിത്യത എന്ന് പറയുമ്പോൾ ഇറ്റേണിറ്റി പാസ്റ്റും ഉണ്ട്, ഇറ്റേണിറ്റി ഫ്യൂച്ചറും ഉണ്ട്. അങ്ങനെ ഒരു ഒറ്റ വ്യക്തിയേ ഉള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതായത് തുടക്കമില്ലാത്തവനും അവസാനമില്ലാത്തവനുമായിട്ട് ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അതാണ് ഗോഡ് ഈസ് ഇറ്റേണൽ. അതിന്റെ 4-ാമത്തെ ആട്രിബ്യൂട്ട് നമ്മൾ പഠിച്ച ഗോഡ് ഈസ് ഇൻഫൈനൈറ്റ്, അനന്താണ്. അതായത് അനന്ത മീൻസ് ദൈവത്തിനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കണ്ടെയ്ൻ ചെയ്യാൻ പറ്റത്തില്ല, ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അനന്തമായിട്ട് വിശാലമായിട്ട് ഉള്ളതാണ്. അത് നമ്മൾ സ്പേസ് രൂപത്തിൽ നോക്കുമ്പോഴാണ് ഇങ്ങനെ വിശാലമായിട്ട് നമുക്കെന്ന് പറയുന്നത്. അല്ലാതെ അതിന്റെ ജ്ഞാനമൊക്കെ അത്ര വിശാലമാണ്. ഒരിക്കലും അതിനെ പൂർണ്ണമായിട്ട് ഒരാൾക്കും കണ്ടെയ്ൻ ചെയ്യാൻ പറ്റത്തില്ല. അത് ഏത് സ്വഭാവമാണെങ്കിലും ഗോഡ് ഈസ് ഇൻഫൈനൈറ്റ്. ഓക്കെ, 5-ാമത്തേത് ഗോഡ് ഈസ് ഓംനി. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ നാളുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ 5-ാമത്തേത് ഗോഡ് ഈസ് ഓംനി പ്രസന്റ്. എല്ലായിടത്തും ദൈവമുണ്ട്, എല്ലായിടത്തും ദൈവം എത്തും. നമ്മൾ എവിടെ ചെന്നാലും, അത് ഏത് പാതാളത്തിലായാലും സ്വർഗത്തിലായാലും ആകാശത്തിന്റെ അറ്റത്തായാലും സമുദ്രത്തിന് അടിയിലായാലും എവിടെയാണെങ്കിലും ദൈവത്തിന് വരാൻ പറ്റാത്തതായിട്ടുള്ള അല്ലെങ്കിൽ ദൈവം ഇല്ലാത്തതായിട്ടുള്ള ഒരു സ്ഥലങ്ങളും ഇല്ല. ഓക്കെ, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ ഗോഡ് ഈസ് ഓംനി പൊട്ടൻറ്റ്. ദൈവം സർവശക്തനാണ്, ഓൾ പവർഫുൾ ആണ്, ഓംനി പൊട്ടൻറ്റ്.
ഓക്കെ, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഗോഡ് ഈസ് ഓംനിസെന്റ്, ദൈവത്തിന്റെ സർവജ്ഞാനിത്വം. ഓക്കെ, സർവജ്ഞാനി. ഓക്കെ, അവരുടെ ജ്ഞാനം. ഓക്കെ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചും നമ്മുടെ കാര്യങ്ങളെ കുറിച്ചും അതിനുള്ള അറിവ്. അതുപോലെ ഇതൊക്കെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ആ മീൻസ് ശാസ്ത്രങ്ങളും അങ്ങനെയുള്ള ജ്ഞാനങ്ങളും എല്ലാ തരത്തിലുള്ള ജ്ഞാനത്തിലും ഏറ്റവും ഉയരത്തിലുള്ളത് ദൈവമാണ്. അതാണ് ഓംനിസെന്റ്. പിന്നെ എട്ടാമത്തെ നമ്മൾ വായിച്ചത് ഗോഡ് ഈസ് ഇമ്മ്യൂട്ടബിൾ, ദൈവം മാറാത്തവനാണ്. യഹോവ മാറാത്തവനായ ദൈവമാണ്. ഒരിക്കലും അവന്റെ സ്വഭാവത്തെ മാറ്റാൻ അവന് കഴിയത്തില്ല. ഹിന്ദിയിൽ. ഇനി ഒൻപതാമത്തെ നമ്മൾ വായിച്ചത്, ഇന്ന് നമ്മൾ വായിച്ചത് ഗോഡ് ഈസ് സോവറിൻ, ഹി സുപ്രീം, അവൻ പരമാധികാരിയാണ്. അവൻ അപ്പുറമായിട്ടുള്ള ഒരു അധികാരം ഒരിടത്തും ഇല്ല. എല്ലായിടത്തും സ്വർഗത്തിൽ സിംഹാസനം സ്ഥാപിച്ച് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നു. അവനവന്റെ വചനത്താൽ വഹിക്കുന്നു, സകലത്തെയും അവനവന്റെ വചനത്താൽ വഹിക്കുന്നു. എബ്രായ ലേഖനം പറയുന്ന പോലെ അവൻ പരമാധികാരിയാണ്. ഇനി പത്താമത്തെ നമ്മൾ വായിച്ചത് ഗോഡ് ഈസ് ഇൻകോംപ്രിഹെൻസിബിൾ, നമുക്ക് മനസ്സിലാക്കാൻ ഒരിക്കലും ദൈവത്തെ പൂർണ്ണമായിട്ട് കഴിയത്തില്ല. അത് നമ്മുടെ കുറവശം കൊണ്ടാണ്. അതായത് കുറവശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിമിറ്റേഷൻസ് കൊണ്ട്, അല്ല മറ്റൊരു തരത്തിലുള്ള കുറവശം എന്നല്ല പറഞ്ഞു. നമ്മുടെ ലിമിറ്റേഷൻ, നമുക്ക് തന്നിരിക്കുന്ന കപ്പാസിറ്റിക്ക് അനുസരിച്ച്, ബ്രെയിൻ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റ് വരെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ, നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ദൈവത്തെ കുറിച്ച്, അതായത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 3-ാം വാക്യമാണല്ലോ നമ്മൾ ഈ ഒരു വിഷയത്തിന് ഡിസ്കസ് ചെയ്തിരുന്നത്, അല്ലെ? അത് ആ വാക്യം ഒന്നുകൂടെ വായിച്ച് നമുക്ക് ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡി ഇവിടെ അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച ക്രിസ്തുവിനെയും, ഓക്കെ, 3-ാം വാക്യം, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്നുള്ളതാണ്. യോഹന്നാന്റെ ഞാൻ 18-ആണ് എടുത്ത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ഇതായിരുന്നു നമ്മൾ കുറിവാക്യമായിട്ട് എടുത്തത്. ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാണ്. ഈ വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇവിടെ ഈ ബൈബിൾ സ്റ്റഡി, ഈ സബ്ജക്റ്റിനെ കുറിച്ചുള്ളത് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പഠിച്ച പല പല വിഷയങ്ങളുണ്ടല്ലോ, ഞാനിപ്പോൾ നിങ്ങൾ ഡിസ്കസ് ചെയ്ത പല വിഷയങ്ങൾ, അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എപ്പിസോഡുകളൊക്കെ അതിൻ്റെ നമുക്ക് ഇവിടെ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അത് നിങ്ങൾ എടുത്ത് നിങ്ങൾ വീണ്ടും അത് കേൾക്കാവുന്നതാണ്, നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മുഴുവനായിട്ടുള്ള സ്റ്റഡി ഒന്നുമല്ല. ഒരു അല്പ കാര്യങ്ങൾ, ഒരു ഐഡിയ നിങ്ങൾക്ക്, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവിനോടൊപ്പം നമുക്കൊരു ധൈര്യം ഉണ്ടാകണം, ഒരു ശക്തിയുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം, നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഉറപ്പ്, വിശ്വാസം, അതൊക്കെ നമുക്കുണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ സബ്ജക്റ്റിനെ കുറിച്ചുള്ള സ്റ്റഡി ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി തുടർന്ന് നമ്മൾ അടുത്ത സ്റ്റഡി തുടങ്ങും. ആ സ്റ്റഡി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് സെർമൺ ഓൺ ദ മൗണ്ട്. ഓക്കെ, പഹാടി ഉപദേശം എന്ന് ഹിന്ദി പറയും. പിന്നെ ആ വിഷയത്തെ കുറിച്ച്, ഓക്കെ, നമ്മൾ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അതിൽ ദൈവം പറഞ്ഞിരിക്കുന്ന, കർത്താവ് പറഞ്ഞിരിക്കുന്ന പല ഉപദേശങ്ങൾ, ഓക്കെ, അതിനെ കുറിച്ചായിരിക്കും നമ്മൾ അടുത്ത സ്റ്റഡി തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാവരും ആ ബൈബിൾ സ്റ്റഡി റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ കൂടെ ദൈവം പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് സഹായകമായിട്ട് വരാനിടയാകണം. ഓക്കെ, എല്ലാവരും അതിനായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ.